Hello all, welcome to Concepts. ഇന്ന് നമ്മൾ കപ്പാസിറ്റേഴ്സിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ എന്താണ് കപ്പാസിറ്റൻസ് എന്നും അതിൻ്റെ തിയറി ഓഫ് ഓപ്പറേഷനും അതിൻ്റെ സ്പെസിഫിക്കേഷൻസ് പിന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കപ്പാസിറ്റേഴ്സ് ഒക്കെയാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എന്താ ഒരു കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ it is a device which is basically meant to store electrical energy or electrons and release whenever needed. Okay. And the ability of a capacitor to store charge or electrical energy is known as capacitance. അപ്പോൾ അതിന് നമ്മൾ മെഷർ ചെയ്യുന്ന യൂണിറ്റ് ആണ് ഫാരഡ്. ഓക്കെ, ഇനി ഒരു കപ്പാസിറ്റർ it offers low impedance to AC and very high impedance to DC. ഓക്കെ, അക്കോർഡിംഗ്ലി അതിന് കുറേ പേരിൽ നമ്മൾ വിളിക്കുന്നുണ്ട്. കപ്ലിംഗ് കപ്പാസിറ്റർ, ബ്ലോക്കിംഗ് കപ്പാസിറ്റർ, ബൈപ്പാസ് കപ്പാസിറ്റർ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ കപ്ലിംഗ് കപ്പാസിറ്റർ എന്ന ടേം എവിടെയാണ് യൂസ് ചെയ്യുന്നത്? സിൻസ് ഇറ്റ് ഓഫേഴ്സ് വെരി ലോ ഇംപിഡൻസ് ടു AC, capacitors are used to couple AC from one circuit to another circuit or from one point to another point. When used for such a purpose, it is known as a coupling capacitor. Okay. അതുപോലെ തന്നെ since it offers very high impedance to DC, it is used to block DC. When it is used for blocking DC, it is known as a blocking capacitor. Capacitor is also called bypass capacitor when it is used to bypass AC from a particular circuit. For example, common emitter amplifier എമിറ്റർ റെസിസ്റ്ററിന് ക്രോസ് ആയിട്ട് വെച്ചേക്കുന്ന കപ്പാസിറ്റർ എന്ന് പറഞ്ഞത് ഒരു ബൈപ്പാസ് കപ്പാസിറ്റർ ആണ്. അവിടെ നമ്മൾ AC ബൈപ്പാസ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ടാണ് കപ്പാസിറ്റർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇങ്ങനെ ഡിഫറെൻറ്റ് നെയിംസിൽ നമുക്ക് കപ്പാസിറ്റർ അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, ബേസ്ഡ് ഓൺ ഇറ്റ്സ് ഫങ്ഷൻ. പിന്നെ കപ്പാസിറ്ററിന് നമുക്കൊരു ഇൻഡക്ടറിന് ആയിട്ട് സീരീസ് ആയിട്ടോ പാരലായിട്ടോ കണക്ട് ചെയ്താൽ ഒരു ട്യൂൺഡ് സർക്യൂട്ടായിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നെക്സ്റ്റ് ഇസ് തിയറി ഓഫ് ഓപ്പറേഷൻ. ഫിഗറിൽ കാണിക്കുന്നത് പോലെ ഒരു കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ രണ്ട് പ്ലേറ്റ്സ് ഉണ്ട്, കണ്ടക്റ്റിംഗ് പ്ലേറ്റ്സ്, ആനോഡ് ആൻഡ് കാഥോഡ്. സി, ആനോഡ്, പോസിറ്റീവ് ആനോഡും നെഗറ്റീവ് പ്ലേറ്റ് കാഥോഡും. ഇതിനെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നത് ഒരു ഇൻസുലേറ്റിംഗ് മീഡിയമാണ്, വിച്ച് ഇസ് നോൺ ആസ് ഡൈഇലക്ട്രിക്. ഓക്കെ, so a capacitor consists of two conducting plates separated by an insulating material known as dielectric. ഇനി കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് താഴെ കൊടുത്തിരിക്കുന്നത്. C is equal to epsilon A by D, where epsilon എന്ന് പറഞ്ഞാൽ എന്താണ്? പെർമിറ്റിവിറ്റി ഓഫ് ദി ഡൈഇലക്ട്രിക്. അങ്ങനെ നമുക്ക് എപ്സിലോൺ ഈക്വൽ ടു എപ്സിലോൺ 0 ഇൻറ്റു എപ്സിലോൺ R എന്നൊക്കെ എഴുതാം. അതിൽ എപ്സിലോൺ 0 എന്ന് പറഞ്ഞാൽ പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് ആണ്. അതിന് 8.85 ഇൻറ്റു 10⁻12 ആണ് എൻ്റെ വാല്യൂ. അതുപോലെ തന്നെ എപ്സിലോൺ R എന്ന് പറഞ്ഞാൽ റിലേറ്റീവ് പെർമിറ്റിവിറ്റിയാണ്. ഓക്കെ, നൗ A എന്ന് പറഞ്ഞാൽ എന്താണ്? ഏരിയ ഓഫ് ദി പ്ലേറ്റ്സ് ആണ്. നെക്സ്റ്റ് D ഈസ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു പ്ലേറ്റ്സ്. ഓക്കെ, അങ്ങനെ നമുക്ക് ഈ ഫോർമുല യൂസ് ചെയ്തിട്ട് കപ്പാസിറ്റൻസ് ഓഫ് എ കപ്പാസിറ്റർ കണ്ടുപിടിക്കാൻ പറ്റും. നെക്സ്റ്റ് ഈസ് കപ്പാസിറ്റൻസും ക്യൂവും തമ്മിലുള്ള റിലേഷൻ. ക്യൂ എന്താണ്? ചാർജ്. അപ്പോൾ ചാർജും കപ്പാസിറ്റൻസും തമ്മിലൊരു ഇമ്പോർട്ടൻ്റ് റിലേഷനുണ്ട്. അതെപ്പോഴും ഈ ഇക്വേഷൻ വെച്ചിട്ട് പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. C is equal to Q by V, അതായത് ചാർജ് പെർ വോൾട്ടേജിനെയാണ് നമ്മൾ കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ Q is measured in coulomb and V is measured in volt. അങ്ങനെ വരുമ്പോൾ യൂണിറ്റ് ഓഫ് C is farad. ഓക്കെ, നെക്സ്റ്റ് ഇസ് ദി സ്പെസിഫിക്കേഷൻസ്. ഏതൊക്കെ സ്പെസിഫിക്കേഷൻസ് ആണ് കപ്പാസിറ്ററിനുള്ളത്? ഫസ്റ്റ് വൺ ഇസ് വോൾട്ടേജ് റേറ്റിംഗ്. So maximum voltage which can be applied across a capacitor without damaging it is known as voltage rating. ഡിഫറെൻറ്റ് വോൾട്ടേജ് റേറ്റിങ്ങിലുള്ള കപ്പാസിറ്റൻസ് അവൈലബിൾ ആണ്. അതുപോലെ സെക്കൻഡ് ഈസ് ടോളറൻസ്. ടോളറൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ റെസിസ്റ്റൻസ് പഠിച്ചതാണ്. എന്താണ്? ഇറ്റ് ഈസ് എ മെഷർ ഓഫ് പ്രെസിഷൻ. നമ്മൾ മാനുഫാക്ചറിങ് ടൈമിൽ ഉണ്ടാക്കുന്ന ഒരു വാല്യൂവിന് വേണ്ടി ഒരു കപ്പാസിറ്റർ ഉണ്ടാക്കിയെടുത്താൽ അതിനൊരു
ഒരു ഡീവിയേഷൻ ഉണ്ട് ഫ്രം ദാറ്റ് ഒറിജിനൽ വാല്യൂ. ഇപ്പോൾ 12 മൈക്രോ ഫാരഡിൻ്റെ ഒരു കപ്പാസിറ്റർ ആണെങ്കിൽ അതിനൊരു 12.5 അല്ലെങ്കിൽ 11.5 തൊട്ട് 12.5 വരെ വേരി ചെയ്യാനുള്ള ഒരു ടോളറൻസ് ഇട്ടിട്ടായിരിക്കും അത് മാനുഫാക്ചർ ചെയ്യുന്നത്. അതിനാണ് ടോളറൻസ് എന്ന് പറയുന്നത്. അതായത് മെഷർ ഓഫ് പ്രിസിഷൻ വിത്ത് വിച്ച് ദി കപ്പാസിറ്റർ ഈസ് കൺസ്ട്രക്റ്റഡ്. ഓക്കെ, അതൊരു സ്പെസിഫിക്കേഷൻ ആണ്. നെക്സ്റ്റ് ഇസ് ദി ഡൈഇലക്ട്രിക് അബ്സോർപ്ഷൻ, വിച്ച് ഇസ് ആൻ ഇമ്പോർട്ടൻറ്റ് സ്പെസിഫിക്കേഷൻ. അത് ദി റെസിഡ്യുവൽ വോൾട്ടേജ് ലെഫ്റ്റ് ബിഹൈൻഡ് ഈവൻ അറ്റ് ഷോർട്ട് സർക്യൂട്ട് ഈസ് ഡ്യൂ ടു ദിസ് ഇഫക്റ്റ്. അതായത് ഒരു കപ്പാസിറ്റർ ഷോർട്ട് സർക്യൂട്ട് ചെയ്താലും, അതായത് എല്ലാ വോൾട്ടേജ് നമ്മൾ ഡ്രെയിൻ ചെയ്യുമ്പോഴാണല്ലോ അതിന് ഷോർട്ട് സർക്യൂട്ട് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു കണ്ടീഷനിലും അതിൽ കുറച്ച് റെസിഡ്യുവൽ വോൾട്ടേജ് ഉണ്ടാവും. അത് ഈ ഡൈഇലക്ട്രിക് അബ്സോർപ്ഷൻ കാരണമായിരിക്കും. ഓക്കെ, ഇനി മേജർ ക്ലാസിഫിക്കേഷൻ ഓഫ് കപ്പാസിറ്റേഴ്സ്. കപ്പാസിറ്ററിനെയും റെസിസ്റ്ററിനെയും മാതിരി തന്നെ ഫിക്സഡ് എന്നും വേരിയബിൾ എന്നും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം ബ്രോഡ്ലി. ഇനി ഫിക്സഡ് കപ്പാസിറ്റേഴ്സിനെ വീണ്ടും നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഇലക്ട്രോസ്റ്റാറ്റിക് കപ്പാസിറ്റേഴ്സ് എന്നും ഇലക്ട്രോലിറ്റിക് കപ്പാസിറ്റേഴ്സ് എന്നും. അതിൽ ഇലക്ട്രോസ്റ്റാറ്റിക് കപ്പാസിറ്റേഴ്സിന് 4 ടൈപ്പ് ഉണ്ട്. പേപ്പർ, മൈക്ക, സെറാമിക്, പോളിസ്റ്റർ, ബേസ്ഡ് ഓൺ ദി ഡൈഇലക്ട്രിക് യൂസ്ഡ്. ഓക്കെ, next is electrolytic capacitor. The 2 types are aluminum, tantalum. And next come the variable capacitor. Main item 3 types are gang capacitor, trimmer capacitor and padder capacitors. നമുക്ക് ഇനി ഇതിൽ ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. So first one is fixed capacitor. അതിൽ തന്നെ നമ്മൾ 2 ടൈപ്പാണ് പറഞ്ഞേക്കുന്നത്. ഒന്ന് ഇലക്ട്രോസ്റ്റാറ്റിക് കപ്പാസിറ്റേഴ്സും രണ്ടാമത് ഇലക്ട്രോലിറ്റിക് കപ്പാസിറ്റേഴ്സും. അപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക് കപ്പാസിറ്റർ എന്താണ്? ഇലക്ട്രോസ്റ്റാറ്റിക് കപ്പാസിറ്റേഴ്സ് ഹാവ് മെറ്റൽ ഇലക്ട്രോഡ് ആൻഡ് ഡൈഇലക്ട്രിക് ആസ് സെപ്പറേറ്റഡ് എൻറ്റിറ്റീസ്. അതായത് ഇലക്ട്രോഡും ഡൈഇലക്ട്രിക്കും 2 സെപ്പറേറ്റ് എൻറ്റിറ്റീസ് ആയിട്ട് ഉള്ളതിനാണ് ഇലക്ട്രോസ്റ്റാറ്റിക് കപ്പാസിറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇതിൽ ഇലക്ട്രോഡ്സ് അലൂമിനിയം, സിൽവർ, കോപ്പർ, സിങ്ക്, അങ്ങനെ ടിൻ, അങ്ങനെ പല രീതിയിലുള്ള ഇലക്ട്രോഡ്സ് ഉണ്ടാവാം. ആൻഡ് ഡൈഇലക്ട്രിക് ക്യാൻ ബി ഫോം ഫ്രം എ വെറൈറ്റി ഓഫ് മെറ്റീരിയൽസ് ലൈക്ക് മൈക്ക, പേപ്പർ, പ്ലാസ്റ്റിക്, ഗ്ലാസ്, സെറാമിക്സ്, എയർ ഓർ വാക്വം. ഇത് ഡിപ്പെൻഡ് ചെയ്ത് അതിനെ വീണ്ടും നമ്മൾ ക്ലാസിഫൈ ചെയ്യും. ഓക്കെ, ഇതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത് കാണാം. നെക്സ്റ്റ് ഈസ് ഇലക്ട്രോലിറ്റിക് കപ്പാസിറ്റേഴ്സ്. ഇലക്ട്രോലിറ്റിക് കപ്പാസിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഹാവ് ദ ഡൈഇലക്ട്രിക് ആസ് എൻ ഓക്സൈഡ് ലെയർ ഫില്ലിംഗ് ഡിപ്പോസിറ്റഡ് ഓർ ഫോം ഓൺ വൺ ഓഫ് ദി ഇലക്ട്രോഡ്. അതായത് ഇലക്ട്രോഡിൽ തന്നെ ഒരു ഓക്സൈഡ് ലെയർ ആയിട്ട് ഡിപ്പോസിറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കും അതിൻ്റെ ഡൈഇലക്ട്രിക് ഉണ്ടായിരിക്കുക. ഇലക്ട്രോസ്റ്റാറ്റിക്കിൽ നിന്ന് ഡൈഇലക്ട്രിക് വേറെ ആയിരിക്കും, ഇലക്ട്രോഡ് വേറെ ആയിരിക്കും. പക്ഷേ ഇലക്ട്രോലിറ്റിക്കിൽ എന്ന് പറയുമ്പോൾ എന്താണ്? ഡൈഇലക്ട്രിക് ഒരു ഓക്സൈഡ് ലെയർ ആയിട്ട് നമ്മുടെ ഒരു ഇലക്ട്രോഡിൽ ഡിപ്പോസിറ്റ് ചെയ്തിരിക്കും. Okay, so dielectric and electrode, one of the electrode is not a separate entity. Second electrode is the electrolyte, which could be fluid or solid. രണ്ടാമത്തെ ഇലക്ട്രോഡ് എന്ന് പറയുന്നത് എന്താണ്? അത് ഇലക്ട്രോലൈറ്റ് ആണ്. അത് സോളിഡും ആവാം, ലിക്വിഡും ആവാം. ഓക്കെ, it is a mixture of chemicals to give desired properties and also serves to maintain and repair the dielectric oxide layer in service. ഓക്കെ, അതായത് ഈ എന്താ ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞ ഒരു മിക്സ്ചർ ഓഫ് കെമിക്കൽസ് ആണ് ടു ഗീവ് which have some properties and also serves to maintain and repair the dielectric oxide layer in service. അതായത് ഈ ഓക്സൈഡ് ലെയറിൽ നമ്മൾ ഒരു ഇലക്ട്രോഡ് ഡിപ്പോസിറ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞ ഓക്സൈഡ് ലെയർ ഉണ്ടല്ലോ, അതിന് എന്തെങ്കിലും ഡാമേജ് വന്നാൽ റിപ്പയർ ചെയ്യാനൊക്കെ എന്താണ് ഈ ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്ന സംഭവമാണ് അതായത് സഹായിക്കുന്നത്. And most popular for values greater than 1 microfarad. അപ്പോൾ 1 microfarad above ഉള്ള capacitors ആണ് electrolytic capacitors. ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ it is polarized ആണ്. Electrolytic capacitor is polarized, that is പോസിറ്റീവും നെഗറ്റീവും ഡിഫറെൻ്റ് ആണ്. അതായത് പോസിറ്റീവ് എല്ലാ കപ്പാസിറ്ററിനും പോസിറ്റീവും നെഗറ്റീവും ടെർമിനൽസ് വേണമെന്നില്ല. 2 ഡയറക്ഷനിൽ അതായത് യൂണി ഡയറക്ഷനിലാവണമെന്നില്ല. 2 ഡയറക്ഷനിലും കറണ്ട് കണ്ടക്ട് ചെയ്യാൻ പറ്റുന്ന കപ്പാസിറ്റേഴ്സും ഉണ്ട്, അല്ലാതെ ഒരു ഡയറക്ഷനിൽ മാത്രം കറണ്ട് കണ്ടക്ട് ചെയ്യാൻ പറ്റുന്ന കപ്പാസിറ്റർ ഉണ്ട്. അങ്ങനെയുള്ള കപ്പാസിറ്റർ ഒരു ഡയറക്ഷനിൽ മാത്രം കറണ്ട് കണ്ടക്ട് ചെയ്യാൻ പറ്റുന്ന കപ്പാസിറ്ററാണ് ഇലക്ട്രോലിറ്റിക് കപ്പാസിറ്റർ. ദാറ്റ് ഈസ് നോൺ ആസ് പോളറൈസ്ഡ് ടൈപ്പ്. ഓക്കെ,
അപ്പോൾ നമുക്കിനി ഇലക്ട്രോസ്റ്റാറ്റിക് കപ്പാസിറ്റേഴ്സിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് കാണാം. അതിൽ ഫസ്റ്റ് വൺ ഇസ് പേപ്പർ കപ്പാസിറ്റർ. പേപ്പർ കപ്പാസിറ്റർ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ഈ പേപ്പർ ആയിരിക്കും ഇവിടുത്തെ ഡൈഇലക്ട്രിക്. അപ്പോൾ നമുക്ക് നോക്കാം. 2 metal foils separated by dielectric soaked paper. ഒരു ഡൈഇലക്ട്രിക് സോക്ക് ചെയ്തിട്ടുള്ള പേപ്പർ എന്തിൻ്റെ 2 മെറ്റൽ ഫോയിൽസിൻ്റെ ഇടയിൽ പ്ലേസ് ചെയ്യും. Dielectric is impregnated with a dielectric material such as wax, plastic or oil. ഈ പേപ്പറിൽ എന്താണ്, പേപ്പർ ഈ വാക്സോ പ്ലാസ്റ്റിക്കോ ഓയിലോ ഒക്കെ വെച്ചിട്ട് കോട്ട് ചെയ്തിരിക്കും. ഓക്കെ. കപ്പാസിറ്റൻസ് ഇതിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ 0.0005 മൈക്രോഫാരഡ് ടു 7 മൈക്രോഫാരഡ്. ഓക്കെ, മൈക്രോഫാരഡ് റേഞ്ചിലായിരിക്കും. ഈ റേഞ്ചൊക്കെ എക്സാമിന് ചോദിക്കാറുണ്ട്. അതുപോലെ വോൾട്ടേജ് റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ 100 വോൾട്ട് ടു 7000 വോൾട്ട് വരെ ഉണ്ട്. ആൻഡ് ലീക്കേജ് റെസിസ്റ്റൻസ് ഈസ് ഓഫ് ദി ഓർഡർ ഓഫ് 100 മെഗാ ഓം. അപ്പോൾ ലീക്കേജ് റെസിസ്റ്റൻസ് വെരി ഹൈ ആണ്. സോ മാനുഫാക്ചറിങ് പ്രോസസ്സാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. 2 മെറ്റൽ ഫോയിലിൻ്റെ ഇടയിൽ ഒരു പേപ്പർ impregnated with a dielectric material such as wax, plastic or oil. Okay. സോ അതുപോലെ തന്നെ ഈ 2 മെറ്റലിൽ നിന്നാണ് ലെഡ് പുറത്തേക്കുള്ള കണക്ഷൻ പോകുന്നത്. ഓക്കെ. നെക്സ്റ്റ് ഈസ് മൈക്ക കപ്പാസിറ്റർ. ഇവിടെ പേപ്പറിന് പകരം ഡൈഇലക്ട്രിക് എന്ന് പറഞ്ഞാൽ മൈക്ക ആയിരിക്കും. കൺസ്ട്രക്റ്റഡ് ഫ്രം പ്ലേറ്റ്സ് ഓഫ് അലൂമിനിയം ഫോയിൽ സെപ്പറേറ്റഡ് ബൈ ഷീറ്റ്സ് ഓഫ് മൈക്ക. അലൂമിനിയം ഫോയിലിൻ്റെ ഇടയിൽ മൈക്ക ഷീറ്റ്സ് ഉണ്ടായിരിക്കും. ദ പ്ലേറ്റ്സ് ആർ കണക്റ്റഡ് ടു 2 ഇലക്ട്രോഡ്സ്. അതായത് ഈ അലൂമിനിയം ഫോയിൽസ് ആണ് ഇലക്ട്രോഡിലേക്ക് കണക്ട് ചെയ്യുന്നത്. ഓക്കെ. ആൻഡ് കപ്പാസിറ്റർ റേഞ്ച് വേരി ചെയ്യുന്നത് 5 to 10,000 പൈക്കോ ഫാരഡ് ആണ്. അപ്പോൾ നമ്മുടെ പേപ്പർ കപ്പാസിറ്ററിനേക്കാളും വാല്യൂ റേഞ്ച് കപ്പാസിറ്റൻസ് റേഞ്ച് ഇതിന് റേഞ്ചല്ല കപ്പാസിറ്റൻസ് വാല്യൂ ഇതിന് കുറവാണ്. അതായത് പൈക്കോ ഫാരഡ് റേഞ്ചിലാണ് മൈക്ക കപ്പാസിറ്റർ ഉള്ളത്. അതേസമയം പേപ്പർ കപ്പാസിറ്റർ എന്ന് പറയുമ്പോൾ മൈക്രോ ഫാരഡ് റേഞ്ചിലാണ്. എന്നാലും 0.0005 മൈക്രോ ഫാരഡ് ആണെങ്കിലും എന്താണ് അത് ടു 7 മൈക്രോ ഫാരഡ് വരെ റേഞ്ച് ഉണ്ട്. അപ്പോൾ പൈക്കോ ഫാരഡ് തൊട്ട് ഒരു മൈക്രോ ഫാരഡ് റേഞ്ച് വരെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് പേപ്പർ കപ്പാസിറ്റർ എങ്കിൽ മൈക്ക കപ്പാസിറ്റർ ഓൺലി ഇൻ ദി പൈക്കോ ഫാരഡ് റേഞ്ചിലായിരിക്കും. നെക്സ്റ്റ് ഇസ് വോൾട്ടേജ് റേറ്റിംഗ് 500 വോൾട്ടാണ്. ഓക്കെ. മറ്റേ അടുത്തത് ലീക്കേജ് കറണ്ട് ഇസ് വെരി സ്മോൾ. അപ്പോൾ എന്താണ്, ലീക്കേജ് റെസിസ്റ്റൻസ് വെരി ഹൈ ആയിരിക്കും. അതുകൊണ്ടാണ് ലീക്കേജ് കറണ്ട് സ്മോൾ ആവുന്നത് അല്ലേ. 1000 ഓം ആണ്. മറ്റേത് 100 ഓം വരെയാണ് പറഞ്ഞത്. ഇവിടെ അവിടെ മെഗാ ഓമിലാണ് പറഞ്ഞത്. ഇവിടെ 1000 ഓമിലാണ് ലീക്കേജ് റെസിസ്റ്റൻസ് ഉള്ളത്. ഓക്കെ. നെക്സ്റ്റ് സെറാമിക് കപ്പാസിറ്റർ. Ceramic capacitor ആകുമ്പോഴത്തേക്ക് ഇറ്റ് ഇസ് എ ceramic disc is coated on 2 sides with a metal. See in the figure ഒരു ceramic disc ഉണ്ട് ആൻഡ് 2 സൈഡിലും മെറ്റൽ ഉണ്ട്. ഓക്കെ, ഇലക്ട്രോഡ്സ് ഉണ്ട്. അത് കോപ്പറോ സിൽവറോ എന്തെങ്കിലും ആവാം. ദീസ് കോട്ടിങ്സ് ആക്ട് ആസ് 2 പ്ലേറ്റ്സ്. ഇതും ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ ഇതുപോലെ ഒരു കോട്ടിംഗ് ഉണ്ട്. അത് 2 പ്ലേറ്റ്സ് ആയിട്ട് ആക്ട് ചെയ്യും. ആൻഡ് ഈ പ്ലേറ്റിലാണ് നമ്മുടെ വയർ ലീഡ്സ് കണക്ട് ചെയ്യുന്നത്. ഈ സെറാമിക് ഡിസ്ക് ആണ് നമ്മുടെ ഡൈഇലക്ട്രിക് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ പുറത്തൊരു പ്രൊട്ടക്റ്റീവ് കോട്ടിംഗ് കൊടുക്കും, പ്ലാസ്റ്റിക് ആയിട്ട്. മിക്കവാറും അത് പ്ലാസ്റ്റിക് ആയിരിക്കും. ആൻഡ് അതിൽ നമ്മൾ കപ്പാസിറ്റർ വാല്യൂ എഴുതിയിരിക്കും. അത് കളർ കോഡിങ് യൂസ് ചെയ്തിട്ടാണ്, സിമിലർ ടു ദാറ്റ് ഓഫ് റെസിസ്റ്റർ. പിന്നെ entire unit is coated with the plastic and marked with capacitance value and it is very versatile ആണ്. അതായത് വളരെ റേഞ്ച് ഓഫ് വോൾട്ടേജ് ഉണ്ട്. 3 വോൾട്ട് ടു 1000 വളരെ റേഞ്ച് ഓഫ് കപ്പാസിറ്റൻസ് വാല്യൂ ഉണ്ട്. ദാറ്റ് ഈസ് ഫ്രം 3 പൈക്കോ ഫാരഡ് ടു 2 മൈക്രോ ഫാരഡ് വരെ ഉണ്ട്. അതുപോലെ തന്നെ 3 വോൾട്ട് ടു 6000 വോൾട്ടാണ് എൻ്റെ വോൾട്ടേജ് റേറ്റിംഗ് എന്ന് പറയുന്നത്. ആൻഡ് ലീക്കേജ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 1000 ഓം ആയിരിക്കും. സോ നെക്സ്റ്റ് ഇസ് ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റേഴ്സ്. ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റേഴ്സ് എന്താണെന്ന് നേരത്തെ പറഞ്ഞു. അപ്പോൾ അത് 2 ടൈപ്പ് ഉണ്ട്, അലൂമിനിയവും ടെൻഡലും. അതിൽ അലൂമിനിയത്തിനെ കുറിച്ചാണ് ഇപ്പോൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അലൂമിനിയം ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ അതിൽ ഒരു ഇലക്ട്രോഡ് എന്ന് പറഞ്ഞാൽ അലൂമിനിയം
ഫോയിൽ ആയിരിക്കും. അതുപോലെ തന്നെ ഡൈലക്ട്രിക് എന്ന് പറഞ്ഞാൽ അലൂമിനിയം ഓക്സൈഡ് ആയിരിക്കും. അപ്പം നമുക്ക് നോക്കാം അതിൻ്റെ പോയിന്റ്സ്. The electrolytic capacitor consists of an aluminum foil electrode which has an aluminum oxide film covering on one side. ഒരു സൈഡിൽ അലൂമിനിയം ഓക്സൈഡ് ഫിലിം കവറിംഗ് ഉണ്ടായിരിക്കും. അലൂമിനിയം പ്ലേറ്റ് എന്തായിരിക്കും? Serves as the positive plate and the oxide as the dielectric. The oxide is in contact with a paper or gauze. Gauze എന്ന് പറഞ്ഞാൽ എന്താണ്? തുണിയാണ്, ഫാബ്രിക്. Saturated with an ഇലക്ട്രോലൈറ്റ്. ഓക്കെ, ഈ ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ അതിനൊരു പേപ്പറോ ഗോസുമായിട്ട് കോണ്ടാക്റ്റിലുണ്ടാവും. ഈ സംഭവമാണ് ഇലക്ട്രോലൈറ്റ് കൊണ്ട് സാച്ചുറേറ്റ് ചെയ്തിട്ടുള്ള പേപ്പറോ ഗോസോ ആണ്. അപ്പോൾ അതാണ് ഇലക്ട്രോലൈറ്റ് ആയിട്ട് സെർവ് ചെയ്യുന്നത്. ദി ഇലക്ട്രോലൈറ്റ് ഫോം ദി സെക്കൻഡ് പ്ലേറ്റ്, ദാറ്റ് ഇസ് നെഗറ്റീവ് പ്ലേറ്റ്. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അലൂമിനിയം ഫോയിലുണ്ട്. അലൂമിനിയം ഫോയിലിൻ്റെ ഒരു സൈഡ് എന്ന് പറഞ്ഞാൽ അലൂമിനിയം ഓക്സൈഡ് കൊണ്ട് കോട്ട് ചെയ്തിരിക്കും. ഇതിൽ അലൂമിനിയം ഫോയിൽ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ഇലക്ട്രോഡാണ്. അലൂമിനിയം ഓക്സൈഡ് ലെയർ എന്ന് പറഞ്ഞാൽ അതൊരു ഡൈഇലക്ട്രിക് ആയിരിക്കും. ആൻഡ് ഈ ഓക്സൈഡിൻ്റെ ഒരു സൈഡിൽ അലൂമിനിയം ഫോയിലും മറു സൈഡിൽ ഒരു പേപ്പറോ ഗോസോ ആയിരിക്കും. അതാണ് ഇലക്ട്രോലൈറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അതായത് പേപ്പറോ ഗോസോ എന്ന് പറഞ്ഞാൽ സാച്ചുറേറ്റഡ് വിത്ത് ആൻ ഇലക്ട്രോലൈറ്റ് ആണ്. ഓക്കെ, അത് നെഗറ്റീവ് പ്ലേറ്റുമായിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, another layer of aluminum without oxide coating is also provided for having electrical contact with one of the terminals and the electrolyte. ഈ ഇലക്ട്രോലൈറ്റും ടെർമിനലുമായിട്ട് കോണ്ടാക്റ്റിൽ വരുത്താൻ വേണ്ടിയിട്ട് ഒരു അലുമിനിയം ഫോയിലും കൂടെ ഉണ്ട്. ഹൈ കപ്പാസിറ്റൻസ് വാല്യൂ കിട്ടും. വളരെ ചെറിയ സൈസ് റേഷ്യോ, അതായത് കപ്പാസിറ്റൻസ് ടു സൈസ് റേഷ്യോ എന്ന് പറഞ്ഞാൽ വളരെ ഹൈ ആണ്. അതായത് ചെറിയ സൈസ് കപ്പാസിറ്ററിന് തന്നെ വളരെ ഹൈ കപ്പാസിറ്റൻസ് വാല്യൂ തരാൻ ഉള്ള കഴിവുണ്ട്. അതുപോലെ പ്രൈമർലി ഡിസൈൻ ടു വർക്ക് ഇൻ DC വോൾട്ടേജസ്. കാരണം എന്താ? പോളറൈസ്ഡ് ആണ് അല്ലേ? ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റേഴ്സിന് പോസിറ്റീവ് ഇലക്ട്രോഡും നെഗറ്റീവ് ഇലക്ട്രോഡും ഉണ്ട്. അപ്പോൾ അത് പോളറൈസ്ഡ് കപ്പാസിറ്ററാണ്. അതുകൊണ്ട് തന്നെ DC വോൾട്ടേജസിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ നെഗറ്റീവും പോസിറ്റീവും കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒന്നുകിൽ അതിൽ മാർക്ക് ചെയ്തിരിക്കും നെഗറ്റീവ് പോസിറ്റീവ് എന്ന് പറയും. ഈ ലെഡിൻ്റെ നേരെ മേലെ മാർക്ക് ചെയ്തിട്ടുണ്ടാവും നെഗറ്റീവാണ് പോസിറ്റീവാണ്. അല്ലെങ്കിൽ ഈ നെഗറ്റീവ് ലെഡ് സ്മോളർ ഇൻ സൈസ് ആയിരിക്കും. അതുപോലെ പോസിറ്റീവ് ലെഡ് ഇച്ചിരി കൂടെ ലാർജർ ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ഇസ് tantalum electrolytic capacitor. Ordinary aluminum capacitors are large for many applications. അതിൻ്റെ സൈസ് വളരെ വലുതാണ്. tantalum capacitors are used where size matters. സൈസ് നമുക്ക് സ്മോളർ സൈസ് വേണം എന്നുള്ള സ്ഥലങ്ങളിലാണ് ഈ tantalum capacitors യൂസ് ചെയ്യുന്നത്. ഫിലിം ഓഫ് ഓക്സൈഡ് ഓഫ് tantalum ഈസ് യൂസ്ഡ്. അവിടെ അലൂമിനിയം ഓക്സൈഡ് ആണെങ്കിൽ ഇവിടെ tantalum ഓക്സൈഡ് ആണ് യൂസ് ചെയ്യുന്നത്. അതെന്തിനാണ്? ഡൈലക്ട്രിക് ആയിട്ട്. ആൻഡ് പോളറൈസ്ഡ് ആണ് സെയിം. പിന്നെ കപ്പാസിറ്റൻസ് റേഞ്ച് 47 നാനോ ഫാരഡ് ടു 470 മൈക്രോ ഫാരഡ് ആണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് ഇസ് മാക്സിമം വർക്കിംഗ് വോൾട്ടേജ് ഇസ് 50 വോൾട്ട്. Tantalum capacitors are superior to aluminum capacitors because of its lower leakage resistance, longer reliability and smaller in size. Size വളരെ small ആണ്, reliability കൂടുതലാണ്, and it have a lower leakage resistance. Electrolytic capacitors have larger leakage resistance ആണ് സാധാരണ രീതിയിൽ. പക്ഷെ ടാൻറ്റാലത്തിനാണ് ഏറ്റവും ലോവർ ആയിട്ടുള്ള ലീക്കേജ് റെസിസ്റ്റൻസ് ഉള്ളത് കമ്പയർ ചെയ്യുമ്പോൾ, അലൂമിനിയത്തിനെ കമ്പയർ ചെയ്യുമ്പോൾ. ഓക്കെ, നെക്സ്റ്റ് ഇസ് വേരിയബിൾ കപ്പാസിറ്റേഴ്സ്. വേരിയബിൾ കപ്പാസിറ്റേഴ്സ് നമ്മൾ വേരിയബിൾ റെസിസ്റ്റേഴ്സ് പഠിച്ചതുപോലെ തന്നെയാണ്. നമുക്കൊരു ഫിക്സഡ് റേഞ്ച് ഉണ്ടാവും. അതിനുള്ളിൽ കപ്പാസിറ്ററിൻ്റെ വാല്യൂസ് നമുക്ക് വേരി ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് കപ്പാസിറ്റൻസ് വാല്യൂ ക്യാൻ ബി ചേഞ്ച്ഡ് ബൈ സം മീൻസ്. എങ്ങനെയൊക്കെ വേണമെങ്കിലും മാറ്റാൻ പറ്റും. 3 ടൈപ്പിൽ നമുക്ക് ഈ കപ്പാസിറ്റൻസ് വാല്യൂസിനെ ചേഞ്ച് ചെയ്യാൻ പറ്റും. അതിൽ ഫസ്റ്റ് വൺ ഇസ് ബൈ വേരിയിങ് ദി ഏരിയ ഓഫ് ദി പ്ലേറ്റ്. Second is by adjusting the spacing between the plate.
അതായത് ഏരിയ ഓഫ് ദി പ്ലേറ്റ് എന്ന് വെച്ചാൽ നമുക്ക് ആ ഫസ്റ്റ് നമ്മൾ ഇക്വേഷൻ പഠിച്ചില്ലേ, കപ്പാസിറ്റൻസ് സി ഈസ് ഈക്വൽ ടു എപ്സിലോൺ എ ബൈ ഡി എന്ന്. അതിൽ ഏരിയ ഓഫ് ദി പ്ലേറ്റ് നമുക്ക് ഇൻക്രീസ് ചെയ്താൽ എപ്സിലോൺ എ ബൈ ഡി, എ എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്താൽ അതാണ് ഏരിയ ഓഫ് ദി പ്ലേറ്റ്. ഇൻക്രീസ് ചെയ്താൽ നമുക്ക് കപ്പാസിറ്റൻസ് വാല്യൂ കൂട്ടാൻ പറ്റും, അതുപോലെ കുറച്ചാൽ കപ്പാസിറ്റൻസ് വാല്യൂ കുറയ്ക്കാനും പറ്റും. നെക്സ്റ്റ് ഇസ് ബൈ അഡ്ജസ്റ്റിംഗ് ദി സ്പേസിംഗ് ബിറ്റ്വീൻ ദി പ്ലേറ്റ്. സ്പേസിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, എപ്സിലോൺ എ ബൈ ഡിയിൽ ഡി ആണ് സ്പേസിങ് ബിറ്റ്വീൻ ദി പ്ലേറ്റ്സിനും. അപ്പോൾ നമുക്ക് സ്പേസിങ് അഡ്ജസ്റ്റ് ചെയ്താലും നമുക്ക് ഈ കപ്പാസിറ്റൻസ് വാല്യൂ കൂട്ടാനും കുറയ്ക്കാനും പറ്റും. നെക്സ്റ്റ് ഇസ് ബൈ അഡ്ജസ്റ്റിംഗ് ദി തിക്നെസ് ഓഫ് ദി ഇലക്ട്രോഡ്സ്. അപ്പോൾ തിക്നെസ്, ഇലക്ട്രോഡ്സിൻ്റെ തിക്നെസ് കൂട്ടിയാലോ കുറച്ചാലോ നമുക്ക് ഈ കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ 3 രീതിയിലാണ് കപ്പാസിറ്റൻസ് വാല്യൂ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇനി കപ്പാസിറ്റൻസ് റേഞ്ച്, ഈ വേരിയബിൾ കപ്പാസിറ്ററിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ പൈക്കോ ഫാരഡ് റേഞ്ചിലായിരിക്കും. ആൻഡ് എയർ, മൈക്ക, സെറാമിക് ഓർ പ്ലാസ്റ്റിക് ഈസ് യൂസ്ഡ് ആസ് ഡൈലക്ട്രിക് വേരിയബിൾ കപ്പാസിറ്റർ. ഇനി വേരിയബിൾ കപ്പാസിറ്ററിന് 2 ടൈപ്പ് ഉണ്ട്, 2 അല്ല ശരിക്കും പറഞ്ഞാൽ 3 ടൈപ്പ് ഉണ്ട്. എന്നാലും മൂന്നാമത്തെ ടൈപ്പ് നമ്മൾ പറയുന്നുണ്ട്. മേജറായിട്ട് 2 ടൈപ്പാണ്, ഗാങ്ഡും ട്രിമ്മറും. ഗാങ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഗാങ്ഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ എയർ ഗ്യാപ്പ് ഫിക്സഡ് ആയിട്ട് വെച്ചേക്കും. അതായത് ആ ഡിസ്റ്റൻസ് ഡി എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, അത് വേരി ചെയ്യില്ല. അതിന് പകരം പ്ലേറ്റ് ഏരിയ ആണ് നമ്മൾ വേരി ചെയ്തിട്ടാണ് ഈ കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ മാറ്റുന്നത്. യൂസ്ഡ് ഇൻ റേഡിയോ റിസീവേഴ്സ് ഫോർ ട്യൂണിങ് വേരിയസ് സ്റ്റേഷൻസ്. ഓക്കെ. ആൻഡ് നെക്സ്റ്റ് ഇസ് ട്രിമ്മർ. ട്രിമ്മറിൽ എന്ന് പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് ആണ്, എയർ ഗ്യാപ്പ് ആയിരിക്കും ഇവിടെ വേരി ചെയ്യുന്നത്, പ്ലേറ്റ് ഏരിയ ഫിക്സഡ് ആയിട്ട് തന്നെ വെച്ചിരിക്കും. ഓക്കെ. ഇതെവിടെയാണ് യൂസ് ചെയ്യുന്നത്, ട്രിമ്മർ വളരെ ഫൈൻ അഡ്ജസ്റ്റ്മെൻറ്റ് വേണ്ട സ്ഥലങ്ങളിലാണ് ട്രിമ്മേഴ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. ഇൻ ബോത്ത് എ സെറ്റ് ഓഫ് മെറ്റൽ പ്ലേറ്റ്സ് സെപ്പറേറ്റഡ് ബൈ ഡൈലക്ട്രിക് ഈസ് യൂസ്ഡ്. രണ്ടിലും കുറേ മെറ്റൽ പ്ലേറ്റ്സ് ഉണ്ട്, സെപ്പറേറ്റഡ് ബൈ ഡൈലക്ട്രിക് ഈസ് യൂസ്ഡ്. അത് നമുക്കറിയാം കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്ന് പറഞ്ഞാൽ സി ഈസ് ഈക്വൽ ടു എപ്സിലോൺ എ ബൈ ഡി ആണെന്ന്. പക്ഷേ ഇവിടെ നമ്പർ ഓഫ് പ്ലേറ്റ്സ് ഉണ്ട്. ഇഫ് n ഈസ് ദി നമ്പർ ഓഫ് പ്ലേറ്റ്സ് യൂസ്ഡ്, then the capacitance C is given by n minus 1 into epsilon 0 a by d എന്നാണ്. മനസ്സിലായോ? അപ്പോൾ n നമ്പർ ഓഫ് പ്ലേറ്റ്സ് ഉണ്ടെങ്കിൽ നമ്മൾ n മൈനസ് 1 എപ്സിലോൺ എ ബൈ ഡി എന്നുകൂടെ n മൈനസ് 1 എന്നൊരു ടേം കൂടെ അവിടെ വരുന്നുണ്ട് കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കുമ്പോൾ. ഇത് ഓർത്ത് വെച്ചേക്കണം, ഇമ്പോർട്ടൻറ്റ് ഫോർമുലയാണ്. ഓക്കെ. ഇനി ഞാൻ പറഞ്ഞല്ലോ 2 ടൈപ്പ് എന്ന് പറഞ്ഞു എന്നുണ്ടെങ്കിലും ഗാങ്ഡും ട്രിമ്മേഴ്സും പറഞ്ഞു എന്നുണ്ടെങ്കിലും മൂന്നാമതൊരു ടൈപ്പും കൂടെ ഉണ്ട്, അതാണ് പാഡേഴ്സ്. പാഡേഴ്സ് എന്ന് പറഞ്ഞാൽ സിമിലർ ടു ട്രിമ്മേഴ്സ് ആണ് അപ്പിയറൻസിൽ, ബട്ട് ദേ ആർ ലാർജർ ഇൻ സൈസ് ആൻഡ് മേ ഹാവ് മോർ പ്ലേറ്റ്സ്. ഇതിൻ്റെ കപ്പാസിറ്റൻസ് റേഞ്ച് എന്ന് പറഞ്ഞാൽ 10 പൈക്കോ ഫാരഡ് ടു 500 പൈക്കോ ഫാരഡ് ആണ്. പക്ഷേ ട്രിമ്മറിൻ്റെ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും, കുറവായിരിക്കും, 5 പൈക്കോ ഫാരഡ് ടു 30 പൈക്കോ ഫാരഡ് ആയിരിക്കും. മനസ്സിലായോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ വേരിയബിൾ കപ്പാസിറ്ററിനെ കുറിച്ച്. ഇതിൽ പറഞ്ഞേക്കുന്ന ഇത്രയും പോയിന്റ്സ് ഒന്ന് ജസ്റ്റ് നോക്കിയാൽ മതി. പിന്നെ ഇക്വേഷൻസും പിന്നെ റേഞ്ചസും കാര്യമായിട്ടൊന്ന് മനസ്സിലാക്കി വെച്ചേക്കണം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പഠിച്ചതെന്ന് പറഞ്ഞാൽ എന്താണ് കപ്പാസിറ്റർ എന്നും എന്താണ് കപ്പാസിറ്റൻസ് എന്നും അതിൻ്റെ തിയറി ഓഫ് ഓപ്പറേഷൻ, ക്ലാസിഫിക്കേഷൻസ് ഒക്കെയാണ് പഠിച്ചത്. ഇതിൽ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന എന്താണ്, ആ കപ്പാസിറ്റൻസിൻ്റെ ഇക്വേഷൻ സി ഈസ് ഈക്വൽ ടു എപ്സിലോൺ എ ബൈ ഡി എന്ന് പറയുന്നതും, അതുപോലെ സി ഈസ് ഈക്വൽ ടു ക്യൂ ബൈ വി എന്ന് ചാർജും കപ്പാസിറ്റൻസും തമ്മിലുള്ള റിലേഷനും, പിന്നെ വരുന്നത് പാഡേഴ്സ് ആൻഡ് ട്രിമ്മേഴ്സും വരുമ്പോൾ വേരിയബിൾ കപ്പാസിറ്ററിൽ വരുന്ന കപ്പാസിറ്റൻസിൻ്റെ ഇക്വേഷൻ സി ഈസ് ഈക്വൽ ടു n മൈനസ് 1 ഇൻറ്റു എപ്സിലോൺ എ ബൈ ഡി എന്ന് പറയുന്നത്. അത് മൂന്നുമാണ് ഇക്വേഷനായിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ റേഞ്ചസ്, ഓരോ ഫിക്സഡ് കപ്പാസിറ്ററിൻ്റെയും വേരിയബിൾ കപ്പാസിറ്ററിൻ്റെയൊക്കെ ഒരു റേഞ്ചിൻ്റെ ഒരു ചാർട്ട് ഉണ്ടാക്കി നിങ്ങളത് ബൈ ഹാർട്ട് ആക്കണം. അതിൽ നിന്നും PSCക്കൊക്കെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഓക്കെ. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സിൽ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പിന്നെ എന്തെങ്കിലും കമൻസോ ഇംപ്രൂവ്മെൻറ്റ്സോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ്. അപ്പോൾ താങ്ക് യു.